മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞ ഉത്തരകാശിയിലെ ധരാലിയിൽ റിപ്പോർട്ടർ സംഘമെത്തി. റോഡുകളെല്ലാം തകർന്ന് ഒറ്റപ്പെട്ട ധരാലിയിൽ രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം റോഡുകൾ അതിവേഗം പുനർനിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായ പാതകളിലൂടെ മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് പിയ സുനിലും വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയും ദുരന്ത ഭൂമിയിലെത്തിയിരിക്കുന്നത്. ധരാലിയിൽ നിന്ന് പിയ സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ധരാലി ദുരന്തഭൂമിയിൽ ആദ്യമെത്തിയ വാർത്താസംഘമാണ് റിപ്പോർട്ടറിന്റെ വാർത്താസംഘം. അവർ നേരത്തെ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ധരാലിയിലെ ദുരന്തഭൂമിയിലാണ് റിപ്പോർട്ടർ സംഘം നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കാഴ്ച. പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. NDRFും ആർമിയും ഒക്കെ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. ആരെയെങ്കിലും ഇവിടെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയില്ല. അതേസമയം ഇവിടുത്തെ ഈ ഒരു കല്ലിനും മണ്ണിനുമൊക്കെ അടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടെങ്കിൽ അത് കണ്ടെത്താനായാൽ, അങ്ങനെയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാവരെയും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനായി പ്രത്യേക റഡാർ സംവിധാനമൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അത്തരം നടപടികൾ മുന്നോട്ട് പോകും. അതല്ലാതെ ഇപ്പോൾ NDRFിന്റെയും SDRFിന്റെയും കരസേനയുടെയും ഒക്കെ തന്നെയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാഴ്ച അതിഭീകരമാണ്. ഇവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല. ആകെ തൊട്ടപ്പുറത്തൊരു കെട്ടിടത്തിന്റെ മേൽക്കൂര മാത്രം കാണാം. അതല്ലാതെ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടം പോലും ഇവിടെയില്ല. എല്ലാം ഈ ഒലിച്ചു പോവുകയോ അതല്ല ഈ ഒരു കല്ലിന്റെയും മണ്ണിന്റെയും ചെളിയുടെയും ഒക്കെ തന്നെ അടിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ്. ഏതായാലും ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഒരു വലിയ ഗ്രാമം, വളരെ മനോഹരമായിരുന്ന ആപ്പിൾ തോട്ടങ്ങൾക്ക് ഇടയിൽ ആപ്പിൾ തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമം, വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഹിമാലയത്തിലെ ഈ ഒരു മനോഹരമായ താഴ്വര ഇപ്പോൾ ഒരു കരിങ്കൽ കൂനയായി മാറിയിരിക്കുന്നു. ഇതുപോലെ കല്ലുകളുടെ ഒരു കൂമ്പാരമായി, ഒരു പറമ്പായി മാറിയിരിക്കുന്നു. അപ്പോൾ അപ്പുറത്താണെങ്കിൽ നിറയെ ചെളിയാണ്. അപ്പോൾ ആ ചെളിയുള്ള പ്രദേശത്തേക്ക് പോകരുത് എന്നാണ് നമ്മളോടൊക്കെ തന്നെ ഈ സൈനികരൊക്കെ പറയുന്നത്. കാരണം അത് വളരെ അപകടകരമാണ്. അതിനകത്തേക്ക് നമ്മൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടത്തേക്ക് പോകരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സന്ധ്യാസമയത്തും ഇവിടെയൊക്കെ തന്നെ തെരച്ചിൽ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ആരെയെങ്കിലും ഇവിടെ ജീവനോടെ പുറത്തിറക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തെരച്ചിൽ നടത്തുന്നവർക്കില്ല. പക്ഷേ ആരുടെയെങ്കിലും ശരീരം ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അവരെ പുറത്തിറക്കും. കാണാതായവരെ കുറിച്ച് ഇപ്പോഴും കൃത്യമായ കണക്കുകളില്ല. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും തെരച്ചിൽ കുറച്ച് ദിവസം കൂടി തുടരും. അതല്ലാതെ ഈ മേഖലയിലൊക്കെ തന്നെ കുടുങ്ങിയവർക്ക് റോഡ് മാർഗം പുറത്തുപോകാനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവരെയൊക്കെ തന്നെ വായുമാർഗം ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഒഴുകുന്നത് ഖീർഗംഗ നദിയാണ്. ഈ ഖീർഗംഗ നദി എന്നത് ഖീർ എന്നത് പാൽപ്പായസം എന്നാണ്. അപ്പോൾ പാൽപ്പായസം പോലെ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഖീർഗംഗ നദിയാണ് കലിതുള്ളി വലിയ ഒരു മലവെള്ളപ്പാച്ചിലായി ഈ ഒരു ഗ്രാമത്തെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിയത്. ഇപ്പോൾ ഖീർഗംഗ നദി കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വെള്ളമൊഴുക്കിന് അപ്പുറത്തേക്ക്, ഈ നദിക്ക് അപ്പുറത്തേക്ക്, ഈ നദി എന്നത് ഇപ്പോൾ പല ഭാഗങ്ങളിലായി പിരിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഇവിടെ ഒഴുകിയിരുന്ന നദി പൂർണ്ണമായി മറ്റൊരവസ്ഥയിലായി. ഇപ്പോൾ നദി പല ഭാഗങ്ങളിലായി ചിതറിയൊഴുകുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയായി മാറിയിരിക്കുന്നു ഖീർഗംഗ നദി. അപ്പോൾ മനോഹരമായിരുന്ന ആ ഖീർഗംഗ നദി ഇപ്പോൾ കുത്തിയൊലിച്ച് ഒഴുകുന്ന, ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു നദിയായി മാറിയിരിക്കുന്നു. ഏതായാലും ഇതാണ് ഈ ഒരു ധരാലിയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുന്നുണ്ട്, തിരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഇവിടെ ജീവനോടെ ബാക്കിയുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ കരുതുന്നില്ല. എങ്കിലും അവരെയൊക്കെ തന്നെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള പരമാവധി ശ്രമം നടത്തും എന്നാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ നമ്മളെ അറിയിക്കുന്നത്. ധരാലിയിലെ ദുരന്തഭൂമിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ. മണിക്കൂറുകൾ നടന്നാണ്, ദിവസങ്ങളെടുത്താണ് റിപ്പോർട്ടർ വാർത്താസംഘം ധരാലിയിലെ ദുരന്തഭൂമിയിൽ എത്തിയത്.